ഗോഡ്സെയെ പ്രകീർത്തിച്ച പ്രൊഫസർ ഷൈജ ആണ്ടവൻ കോഴിക്കോട് NIT-യുടെ പുതിയ ഡീൻ. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി നിയമിച്ച ഉത്തരവ് ഇറങ്ങി. സീനിയോറിറ്റി മറികടന്നാണ് ഷീജ ആണ്ടവനെ നിയമിച്ചതെന്ന് ആരോപണം. വിവരങ്ങളുമായി അനൽക സെയ്ദാണ് ചേരുന്നത്. അനൽക, ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിലടക്കം കമന്റ് പങ്കുവെച്ച ഷീജ ആണ്ടവനാണ് ഇപ്പോൾ കോഴിക്കോട് NIT-യുടെ ഡീനായി ഇരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോഡ്സെയെ പ്രകീർത്തിച്ച പ്രൊഫസറെ ഡീനാക്കി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് കോഴിക്കോട് NIT. ഇതുമായി ബന്ധപ്പെട്ട് അതായത് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി ഷൈജ ആണ്ടവനെ നിയമിച്ചാണ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മേധാവി പോലും ആകാത്ത ഷൈജയെ നിയമിച്ചത് സീനിയോറിറ്റി മറികടന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഗോഡ്സെയെ പ്രകീർത്തിച്ച് FP പോസ്റ്റിട്ട കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് ഷൈജ ആണ്ടവൻ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഷൈജ ഗോഡ്സെയെ പ്രകീർത്തിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ, അതായത് സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇത്തരത്തിലൊരു കമന്റ് പങ്കുവച്ചത്. ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെയിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ കമന്റ്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് ഷൈജ ആണ്ടവൻ കമന്റ് ചെയ്തത്. നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ന് ഭാരതത്തിൽ നിരവധി പേരുടെ ഹീറോ എന്നെഴുതിയ പോസ്റ്റിലാണ് ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെയിൽ അഭിമാനമുണ്ടെന്ന് ഷൈജ ആണ്ടവൻ കമന്റ് ചെയ്തത്. പ്രതിഷേധം ശക്തമായപ്പോൾ അന്ന് തന്നെ കമന്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. സംഭവ വിവാദമായതിനെ തുടർന്ന് SFI, KSU, MS ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും DYFI പോലുള്ള യുവജന സംഘടനകളും പരാതികളുമായും അതോടൊപ്പം തന്നെ സമരവുമായി രംഗത്തെത്തിയിരുന്നു. SFI നൽകിയ പരാതിയിൽ കുന്നമംഗലം പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമം 153 വകുപ്പ് പ്രകാരം കലാപഹരണത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. കേസിൽ പോലീസ് നേരത്തെ ചോദ്യം ചെയ്യും ഷൈജയുടെ ഫോണ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു വർദ്ധ. ശരി, അനൽക സെയ്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.